ഒരു ഭാഗത്ത് കലാമണ്ഡലം സത്യഭാമ, ഒരു ഭാഗത്ത് സ്നേഹ ശ്രീകുമാർ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ്? ഉരുണ്ട കവിള്, തടിച്ച ശരീരം, കാണാൻ കൊള്ളാത്തവൾ എന്ന് സത്യഭാമ പറയുമ്പോഴും പ്രതികരിക്കാൻ നിന്നില്ല. കാരണം എന്താ? അവര് പറയുന്ന കേട്ട് സ്നേഹ എന്നല്ല, ഈ ലോകത്തെ ഒരു മനുഷ്യനും ജീവിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് എന്താ അസുഖമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സത്യഭാമയ്ക്ക്? അവരെ പറ്റി ചിന്തിച്ച് സമയം കളയാൻ എനിക്കില്ല. ഒരുപക്ഷെ സ്നേഹം ചിന്തിച്ചിട്ടുണ്ടോ കലാമണ്ഡലം ഉള്ളതിനേക്കാൾ അവർക്ക് വേണ്ടത് ബോധമണ്ഡലമാണെന്ന്? ഈ നൃത്തം ചെയ്യണമെങ്കിൽ വെളുത്ത കുട്ടികൾക്കേ സാധിക്കത്തുള്ളൂ. സ്നേഹ അവനവന്റെ കഴിവാണ് കാര്യം. ആര് വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കണം ഞാൻ തോക്കണമെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അനുഗ്രഹീത കലാകാരി സ്നേഹ ശ്രീകുമാറാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞങ്ങളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മറിമായം എന്ന ഷോയിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം പകർന്നതിനായും തന്നെ താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇനി എനിക്ക് അറിയേണ്ടത്, ഒരു ഭാഗത്ത് കലാമണ്ഡലം സത്യഭാമ, ഒരു ഭാഗത്ത് സ്നേഹ ശ്രീകുമാർ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ പ്രശ്നം ആരംഭിക്കുന്നത് എന്താണ്? അല്ല, അത് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളല്ല അത്. ഓക്കെ, നേരിട്ട് പരിചയമൊന്നുമില്ല? ഇല്ല. ഓക്കെ. ഞാൻ അറിയുന്നത് രാമകൃഷ്ണേട്ടനെതിരെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണ ശേഷിയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ രാമകൃഷ്ണേട്ടനെതിരെ എന്നല്ല, ആർക്കെതിരെയായാലും ഒരു മനുഷ്യനെയും അപമാനിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതെ, അത് അപമാനിക്കുന്ന ആരുടെയും കുത്തകയുമല്ല. അല്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് നമുക്ക് അതിൽ പ്രതികരിക്കണം തോന്നി, ഞാൻ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു. ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്ന പോലെയാണ് സ്നേഹം ചിന്തിച്ചത്. അത്രേ ഉള്ളൂ. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനെതിരെ പബ്ലിക്കലി പറയണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും വേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കണം എന്ന് പഠിപ്പിച്ച ഒരച്ഛൻ്റെ മകളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാവും. അതിപ്പോ ഇവരെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറുണ്ട്. ഒരുപക്ഷെ സ്നേഹയാണെങ്കിൽ പോലും ഇതുവരെയുള്ള കരിയറിൽ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും സ്നേഹിക്കുന്ന ജനങ്ങൾ സ്നേഹയുടെ കൂടെ ഉണ്ടെന്നുള്ളത്? ഉറപ്പായിട്ടും ഇപ്പം മറിമായം പോലുള്ളൊരു ഷോയ്ക്ക് ഭയങ്കര സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് 15 വർഷമായിട്ട് മലയാളം ടെലിവിഷനിൽ ഒരേ ആക്ടേഴ്സിനെ വെച്ച് ഇത്ര കാലം ഒരു പരിപാടി പോയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പം അതല്ലെങ്കിൽ പിന്നെ സിനിമയിലാണ് ഉണ്ടായിരുന്നത്. അതിൽ പക്ഷേ ആക്ടേഴ്സ് മാറിയിരുന്നു. ചില സമയങ്ങളിൽ 2 പേര്, ചിലപ്പോൾ ഒരാള്, ചിലപ്പം 10 പേര്, അങ്ങനെയൊക്കെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തുടക്കം മുതൽ ഇപ്പോൾ വരെ നിൽക്കുന്നത് സെയിം ആക്ടേഴ്സിനെയും സെയിം ഫോർമാറ്റിനെയും കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ ഒരു പരിപാടിക്ക് പറ്റണമെങ്കിൽ അതിനത്രയും പ്രേക്ഷകരുണ്ട്, അത്രയും മലയാളികൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതിനെ റിപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യത്തെ 2 ദിവസം സംസാരിക്കാതെ ഇരുന്ന ഒരാളാണ്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തിന്, എന്താവശ്യമുണ്ട്? അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടല്ലോ, ഞാൻ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അത് പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരാളും പെർഫെക്റ്റ് അല്ല. എനിക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് സ്നേഹാദി ചെയ്തത് മോശമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നീട് അത്തരം അവസരങ്ങൾ വരുമ്പോൾ ഒന്നും കൂടെ അലേർട്ടാവും, ഒന്നും കൂടെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാവും. അങ്ങനെ തിരുത്താൻ തയ്യാറാകാത്ത ഒരാളോട് നമ്മളത് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ സത്യഭാമ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉരുണ്ട കവിള്, തടിച്ച ശരീരം, കാണാൻ കൊള്ളാത്തവൾ എന്ന് സത്യഭാമ പറയുമ്പോഴും പ്രതികരിക്കാൻ നിന്നില്ല. കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു തവണ അവർ പറയുന്നു കറുത്ത ഒരാൾ പെറ്റമ്മ സഹിക്കില്ല. അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഈ 1 വർഷത്തിന് ശേഷവും വിശ്വസിക്കുന്ന ഒരാളെ തിരുത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇവർ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്. പിന്നെ അവർ പറഞ്ഞ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ച് എൻ്റെ വായ കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ 2 ദിവസം കൊണ്ട് ലോകത്തുള്ള സകല മലയാളികളും എനിക്ക് വേണ്ടി സംസാരിച്ചു, എനിക്ക് വേണ്ടി കമൻ്റ് ഇട്ടു, എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടു. എനിക്ക് എത്രത്തോളം കോളുകൾ വന്നു എന്ന് എനിക്ക് പറയാൻ
പറ്റില്ല. അത്രത്തോളം അത് എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഒക്കെ ഒരുപാട് കോളുകൾ എനിക്ക് വന്നു. ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നെ സ്നേഹിക്കുന്ന അത്രയും മനുഷ്യരുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് നന്ദി പറയാനാണ് 3-ാമത്തെ ദിവസം ഞാൻ ഉപയോഗിച്ചത്. അതായത് എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരാളോട് ഞാൻ റിപ്ലൈ ഉണ്ട്, എനിക്ക് തോന്നിയില്ല അത്. ഒരുപക്ഷെ സ്നേഹം ചിന്തിച്ചിട്ടുണ്ടോ കലാമണ്ഡലം ഉള്ളതിനേക്കാൾ അവർക്ക് വേണ്ടത് ബോധമണ്ഡലമാണെന്ന്? ഇതിപ്പോൾ എന്താ അറിയാമോ, ഇപ്പം എൻ്റെ ഗുരുക്കന്മാരൊക്കെ കലാമണ്ഡലത്തിൽ നിന്നുള്ളവരാണ്. ഓക്കെ. ഇപ്പം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത്, കലാമണ്ഡലത്തിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയി, എനിക്ക് ഡാൻസിന് അഡ്മിഷൻ കിട്ടിയില്ല, ഞാൻ ഓട്ടംതുള്ളലിന് ചേർന്നു, എന്നിട്ട് അവിടെ തുള്ളലാണ് പഠിച്ചത്. എന്ത് തുള്ളലാണ് പഠിച്ചത്? ഇതൊക്കെ ഒരാളെ പറ്റി അറിയാതെയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും കലാമണ്ഡലത്തിൽ അഡ്മിഷന് വേണ്ടി പോയിട്ടില്ല. ഞാൻ അവിടെ ഡാൻസ് എനിക്ക് കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ നിന്നല്ല ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിയാത്ത കാര്യം ഇവർ പറയുന്നത്? എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരാളോട് നമ്മൾ എന്ത് മറുപടി പറയും? എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ ഓട്ടംതുള്ളലും കഥകളിയും ഇപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ലല്ലോ. ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്ന രീതികൾ നമുക്ക് നിലവിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കലാമണ്ഡലത്തിൽ നിന്നുള്ള എൻ്റെ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി ഞാൻ പഠിച്ചു. 8 വയസ്സ് മുതൽ ഓട്ടംതുള്ളലും 5 വയസ്സ് മുതൽ കഥകളിയും ഞാൻ പഠിച്ച ഒരാളാണ്. അതിപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഓട്ടംതുള്ളലിനെ എടുത്തു പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ 8 വയസ്സ് മുതൽ പഠിക്കുന്നത് ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സ്കോളർഷിപ്പോടുകൂടി CCRT സ്കോളർഷിപ്പോടുകൂടി പഠിച്ച ഒരാളാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രബന്ധം, ഏറ്റവും നല്ല തുള്ളൽ പ്രബന്ധമായിട്ട് എൻ്റെ തുള്ളലിലെ താള സംസ്കൃതി എന്ന വിഷയത്തിൽ ഞാൻ എഴുതിയ പ്രബന്ധം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല തുള്ളൽ കലാകാരെ തിരഞ്ഞെടുക്കുന്ന ഇതിൽ ഒരു തവണ എന്നെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പറയുന്ന കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ ഞാൻ ഓട്ടംതുള്ളൽ കളിച്ചിട്ടുണ്ട്. കിട്ടിയ അംഗീകാരങ്ങൾ ചെറുതല്ല, ഒരിക്കലും അല്ല. ഇതെന്താ അറിയോ, ഇതൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ ഇതാണ് ഞാനെന്ന് എനിക്ക് പറയേണ്ടി വന്നതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം വന്നു. അതൊന്നും നോക്കും ഭാഗ്യവാ. ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. അതൊരു സത്യമാണ്. അതായത് ഇപ്പം പിന്നെ അവർ പറയുന്നത് ഞാൻ പഠിച്ച വിഷയത്തിലല്ലല്ലോ ഉപജീവനം. അവർ പറയുന്നത് ഞാൻ തുള്ളലാണ് പഠിച്ചത്, അതുകൊണ്ട് അതിൽ ഉപജീവനം. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ക്വാളിഫിക്കേഷൻ MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഉപജീവനം നടത്തുന്നത്. അഭിനയം എന്ന വിഷയത്തിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ല സ്നേഹ, അവര് പറയുന്ന കേട്ട് സ്നേഹ ജീവിക്കണമെന്ന് പറയുന്നത് അത് ഇവിടുത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അവര് പറയുന്ന കേട്ട് സ്നേഹ എന്നല്ല, ഈ ലോകത്തെ ഒരു മനുഷ്യനും ജീവിക്കേണ്ട കാര്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ഉപജീവന മാർഗം തിരഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും അക്കാഡമിക്കലിൽ പോയിട്ട് എന്നാൽ ഇന്നൊന്ന് ബിസിനസ് പഠിച്ചേക്കാം, നാളെ മുതൽ ബിസിനസ് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി, എന്നെ കൊണ്ടത് സാധിക്കുമെന്ന് തോന്നി. 2 വർഷമായി ഞാൻ സക്സസ്ഫുള്ളി തന്നെയാണ് എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഉയർച്ചയുടെ ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് ഓൺലൈൻ സ്റ്റോറാണ്, ക്ലോത്തിങ് സ്റ്റോറാണ്, സാരീസാണ് കൂടുതൽ. അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആവുന്നു. ഇതെല്ലാം ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഞാൻ തോറ്റുപോയി എന്ന് എനിക്ക് തോന്നും വരെ ഞാൻ തോറ്റിട്ടില്ല. അവരെ ഭയമില്ല. എനിക്ക് അവരെ എന്നല്ല, ഈ ലോകത്ത് ആരെയും ഭയമില്ല. കാര്യം എന്തറിയാമോ, ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പ്രതികരണം എൻ്റെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ വന്നു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചു, സ്നേഹ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുമോ, ഇത്രയും പക്വതയുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ മുമ്പിലും ചിരിക്കുന്ന അല്ലെങ്കിൽ തമാശ പറയുന്ന ഒരാൾ മാത്രമായിരുന്നു ഞാൻ. പക്ഷേ വേണ്ട സമയങ്ങളിൽ സീരിയസ് ആവാനും പ്രതികരിക്കാനും ഇതിനേക്കാൾ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ താണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്ര കഷ്ടപ്പാടിലൂടെ വന്നതാണോ സ്നേഹ? അല്ല, അതൊക്കെ അതായത് ഇപ്പം എന്താ പറയുക, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ഘട്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2 ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഛായാമുഖി എന്ന് പറയുന്ന നാടകം ഞാൻ ചെയ്യുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. മറിമായത്തിനുമൊക്കെ മുമ്പ്
നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിക്കുന്നവരോട് ചോദിച്ചാൽ അവരുടെ 3 ആഗ്രഹങ്ങളിൽ ഒന്ന് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ അഭിനയിക്കണം എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. ഇത് ടെലിവിഷനും ഒക്കെ കാണുന്നതിന് മുമ്പേ ഞാൻ സ്റ്റേജിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അത് ലാലേട്ടനൊപ്പം. അതെ. അപ്പോൾ അതൊക്കെ അഭിനയം പഠിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു ഭാഗ്യമാണ്. എനിക്ക് വലിയൊരു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു റിഹേഴ്സൽ സ്പേസും. അതിൽ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഇപ്പം മേക്കപ്പിനാണെങ്കിൽ പട്ടണം റഷീദൊക്കെ ആയിരുന്നു. മനസ്സിലായില്ലേ? അത്തരം വലിയ പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും വലുത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡൗൺ ആയിട്ടുള്ള സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുകയോ അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു സഹതാപം എനിക്ക് വേണ്ട. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, ആര് വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കണം ഞാൻ തോക്കണമെങ്കിൽ. എനിക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ സംഗതി എൻ്റെ ലൈഫിൽ വന്നാൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അവിടെ തളർന്നു പോകത്തില്ല, ഒരിക്കലുമില്ല. അത് ഞാൻ പറഞ്ഞേ, എനിക്ക് 2 ഘട്ടമുണ്ട്. എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, ഒരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അതുവരെയുള്ള ഞാനല്ല ആക്സിഡൻറ്റിന് ശേഷമുള്ള ഞാൻ എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഒരു പുതിയ ജന്മമായിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് വരെ എന്താ പറയുക, വാർത്തയിൽ വന്നൊരു ആക്സിഡൻ്റാണ്. ഛായാമുഖി എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആക്ടേഴ്സ് സഞ്ചരിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും അതിൽ ഒരാൾ സ്പോട്ടത്തുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വേറെ ഞങ്ങളുടെ ഒരു ആക്ടർ നമ്മളെ വിട്ടുപോയി. അപ്പം നമുക്കും അത്രയ്ക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്കുണ്ടായ കുറേ തിരിച്ചറിവുകളും നമ്മളുടെ ലൈഫിലുണ്ട്. എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്ത് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം പലപ്പോഴും നമ്മളുടെ അടുത്ത് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരിക്കലും പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഈ അനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ പോയ മെൻ്റൽ ഇത് മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ല. അത് കഴിവില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസകരമായി അവതരിപ്പിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലാണ്. അതെ, എനിക്ക് അങ്ങനെ പറഞ്ഞ് ഇതാക്കാനൊന്നും പറ്റില്ല. ഞാൻ കൂടുതൽ ആക്ഷൻ്റെ ആളാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളാണ്. കൂടുതൽ സംസാരിക്കുന്ന ആളല്ല ഞാൻ. ഇതുവരെ ജനങ്ങൾ കണ്ട സ്നേഹ എന്ന് പറയുന്നത് പൊട്ടിച്ചിരിപ്പിക്കുന്ന സ്നേഹയാണ്. അതെ, കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല. അല്ല, അങ്ങനെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആ ജനങ്ങളുടെ മനസ്സിലുള്ള സ്നേഹമായിട്ട് നിന്നാൽ മതി. കാര്യം നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താ പറയുക, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇപ്പം നേഴ്സുമാർ, അതല്ലെങ്കിൽ അങ്ങനെ എല്ലാ പ്രൊഫഷനുള്ളവരും നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ ടെൻഷനിൽ നിന്നൊന്ന് ഫ്രീ ആവാൻ ഞങ്ങളുടെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് മറിമായം. തീർച്ചയായിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു എപ്പിസോഡെങ്കിലും കണ്ടിട്ടേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതല്ലേ വലിയ കാര്യം. അവരുടെ സങ്കടത്തിൻ്റെ ഇടയിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം ഉണ്ട് എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞതുകൊണ്ട് ആർക്കെന്ത് ഗുണം? അവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചാൽ നമുക്കതൊരു നല്ല കാര്യം അല്ലേ. ഒരു നൃത്തം അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ നൃത്തം ചെയ്യണമെങ്കിൽ വെളുത്ത കുട്ടികൾക്കേ സാധിക്കത്തുള്ളൂ സ്നേഹ? അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. എന്തിനാണ് വെളുപ്പൊന്നും അല്ല. അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായ കാര്യങ്ങൾ പഠിക്കുക, അതൊക്കെ തന്നെ അതിൻ്റെ കാര്യമുള്ളൂ. അവിടെ വെളുപ്പെന്നോ കറുപ്പെന്നോ അത് ഒരു മേഖലയിലും ഉണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര ഭംഗിയുള്ള എയർ ഹോസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും സൗന്ദര്യം വേണമെന്നൊക്കെ പറയുന്ന ഒരു ജോലിയാണത്. പക്ഷെ എത്രയോ രസകരമായിട്ടുള്ള എയർ ഹോസ്റ്റേഴ്സ്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അല്ല കാര്യം, അവനവൻ്റെ കഴിവാണ് കാര്യം, നിറവല്ല. ഇവർക്ക് എന്താ അസുഖമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സത്യഭാമയ്ക്ക്? അവരെ പറ്റി ചിന്തിച്ച് സമയം കളയാൻ എനിക്കില്ല. എന്തിനാണ് താല്പര്യപ്പെടുന്നില്ല. ഇല്ല, ഞാൻ ഇവിടെ വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് അവരുടെ പേര് പറയാനോ അവരെ പറ്റി സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. അത്രേ ഉള്ളൂ. അത് പേടി ഉണ്ടായിട്ടൊന്നുമല്ല. എന്തിനാണ് ഞാൻ പേടിക്കണേ? ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു ഭീഷണിയും ഇങ്ങോട്ട് വരില്ല. അത് അവരുടെ നല്ല ഒരാളുടെ ഭീഷണിയും ഏൽക്കുന്ന ഒരാളല്ല ഞാൻ. അതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ വളർന്നു വന്ന രീതി അതാണ്. എൻ്റെ തന്തയും തള്ളയും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങസ്റ്റ് വേർഷനാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്.
അപ്പൊ അത്തരം ഭയപ്പെടുത്തലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട. അത്രേ ഉള്ളൂ അതില്. ഈ മറിമായത്തിന്റെ പുതിയ എപ്പിസോഡ് സത്യഭാമയുടെ എപ്പിസോഡ് വരുമോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തരത്തിലും അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക, ഒരു നെഗറ്റീവ് സംഗതികളിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെ സഹായിക്കാൻ നിൽക്കുന്നത്? ഇതിപ്പോ അതിലൊരു ഇരയാവുമല്ലേ ചെയ്തത്? ഇതിൽ ആരാണിപ്പോ ഇരയായത്? അതൊന്ന് പറഞ്ഞേ. ഈ 3 ദിവസം കണ്ട് ആരാണ് ഇരയായത്? അത്രേ ഉള്ളൂ, അതിലത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ചോറുണ്ണുന്ന എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ മനസ്സിലാവും. പിന്നെ സോഷ്യൽ മീഡിയ കുറച്ചു കാലം മുന്നേ വരെ അധികം ആർക്കും അറിയാത്ത കാര്യമായിരുന്നു. ഇപ്പോൾ സാധാരണ മനുഷ്യനും അറിയാം ഫേസ്ബുക്ക് മോണിറ്റൈസ്ഡ് ആണോ അല്ലയോ, ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്നതെന്നും എന്തിനാണ് ഈ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള പ്രബുദ്ധരായ മലയാളികളാണ് ഉള്ളത്. പൊട്ടന്മാരല്ല. അല്ല, മലയാളികൾ ഒരിക്കലും പൊട്ടന്മാരല്ല. വളരെ വിവരവുമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതികളൊന്നും മലയാളികളുടെ അടുത്തേക്കില്ല. അത്രേ ഉള്ളൂ അതിൽ. സ്നേഹ, ഒരുപാട് സന്തോഷം. പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തല്ലേ? പുതിയത് ഓസ്കി ബൈ സ്നേഹ ശ്രീകുമാർ എന്നാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങിനോട് അനുബന്ധിച്ച് നമ്മുടെ ലോഗോയും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ സ്റ്റോർ ആയിരുന്നു. ഇപ്പം നമുക്ക് പനമ്പള്ളി നഗറിൽ സ്പേസ് എന്ന് പറയുന്ന മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ നമുക്കൊരു ഓൾറെഡി ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ഓൺസ് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതെ, അതെന്ന് വെച്ചാൽ ലോഞ്ചിങ്ങിന് നമുക്ക് എന്തെങ്കിലും ഒരു കൗതുകം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുണ്ട്. പിന്നെ നമ്മൾ അതല്ലാതെ ഇൻഡിപെൻഡൻ്റ് ഒരു സ്റ്റോറും കൂടെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സ്നേഹിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് ഈ നിമിഷം എന്താ പറയാനുണ്ടെങ്കിൽ പറയാം. പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്. അത് എൻ്റെ മാത്രമല്ല, മറിമായം ടീമിൻ്റെ നന്ദി എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാര്യം മറിമായം എന്ന് പറയുന്ന പരിപാടി ഒരാളെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, 2 ആര് വന്നാലും സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മറിമായത്തിന്. ഇപ്പം വെറുതെ വന്ന് അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത്യാവശ്യം വായനയും കുറച്ചൊരു ചിന്തിക്കാനുള്ള കഴിവും കുറച്ച് ഇംപ്രവൈസേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം. അത് ആക്ടേഴ്സ് മാത്രമല്ല, ക്യാമറ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ടീം വർക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഏത് സ്റ്റേജിൽ പോകുമ്പോഴും നമ്മളതാണ് പറയുന്നത്, ഹൃദയത്തിൽ നിന്ന് നന്ദിയാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത അത്രയും ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ ഓരോ നിമിഷവും തിരിച്ചറിയുന്നു. അത് ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഈ നിയമങ്ങൾ ഉൾപ്പെടെ പഠിച്ചിട്ടാണ് ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. പുറത്ത് കാണുമ്പോൾ അതൊരു കോമഡി പരിപാടി എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ബന്ധപ്പെട്ട ഓഫീസുകളിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്, നിയമങ്ങൾ പഠിക്കാറുണ്ട്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ച് തീർക്കാറുണ്ട്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് രാവിലെ ഒരു 8 മണി മുതൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് ചിലപ്പോൾ 11 മണിക്കൊക്കെയാണ് ഷൂട്ട് തുടങ്ങുക. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് മറിമായത്തിൻ്റെ ഓരോ എപ്പിസോഡും പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ മറിമായത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം പുതിയ എപ്പിസോഡുകളുടെ എന്താ പറയുക, പണിപ്പുരയിലാണ് നമ്മൾ. നല്ല നല്ല എപ്പിസോഡുകളുമായി മറിമായം ഇനിയും നിലനിൽക്കും. പിന്നെ അതിൽ മണ്ടോദരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറുമാണ്. ഇനി പുരാണത്തിൽ നോക്കിയാലും മണ്ടോദരി നിസ്സാരക്കാരി ആയിരുന്നില്ല. രാവണനെ പോലെ ഒരാളുടെ കൂടെ അല്ലേ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നു മണ്ടോദരി. അപ്പോൾ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മണ്ടോദരീനെ അങ്ങനെ ആരും എന്തും വിളിച്ച് പറയാമെന്നൊന്നും വിചാരിക്കേണ്ട. അത്രയേ ഉള്ളൂ. നിനക്കൊന്നും അറിയാത്തൊരു കഥയുണ്ട്. അത്രയേ ഉള്ളൂ. മലയാളി പ്രേക്ഷകരോട് സ്നേഹിക്ക് ഒന്നേ പറയാവുള്ളൂ, ഹൃദയം കൊണ്ടുള്ള നന്ദി. അത്രയേ ഉള്ളൂ. വിളിച്ച ഉടനെ വന്നതിനും ഞങ്ങൾക്ക് ഹൃദയം കൊണ്ട് നന്ദി. താങ്ക് യു.